വെൽക്കം ബാക്ക്. ഒരു ഇൻട്രാൻസിറ്റീവ് വെർബിന് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. ഒരു ട്രാൻസിറ്റീവ് വെർബിന് എല്ലായ്പ്പോഴും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഇതൊരു നൗൺ ആയിരിക്കാം, പ്രനൗൺ ആയിരിക്കാം, ING ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കാം. ചില വേർബ്സിന് ശേഷം നമുക്കിതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് ING ഫോം ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷേ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ചില വേർബ്സിന് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, പക്ഷേ ING ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല. വേറെയും ചില വേർബ്സ് ഉണ്ട്, അതിനുശേഷം നമുക്കിത് രണ്ടും ഉപയോഗിക്കാം, പക്ഷേ മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന പല വേർബ്സും ഇതുപോലുള്ളതാണ്. അത്തരത്തിലുള്ള ചില വേർബ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ലെസൺ മുഴുവൻ കാണാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ കുറച്ച് സെൻറ്റൻസസ് പറയും, നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിക്കുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഏതാണ്? ട്രൈ ആണ് ശ്രമിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന വെർബ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഞാനാണ്, ഐ ആണ്. ഞാൻ ശ്രമിച്ചു, പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ്, സംഭവിച്ചു പോയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് V2 ആണ്. ഐ ട്രൈഡ്. വാതിൽ തുറക്കാൻ എന്താണ് ശ്രമിച്ചത്? വാതിൽ തുറക്കാനാണ് ശ്രമിച്ചത്. ഐ ട്രൈഡ് ടു ഓപ്പൺ ദ ഡോർ. ട്രൈ എന്ന വെർബിന് ശേഷം നമ്മളൊരു ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഐ ട്രൈഡ് ടു ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ടു ഓപ്പൺ എന്ന ഇൻഫിനിറ്റീവ്. ഐ ട്രൈഡ് വാട്ട്? ഞാൻ എന്താ ശ്രമിച്ചത്? ഞാൻ വാതിൽ തുറക്കാനാണ് ശ്രമിച്ചത്. ദ ഡോർ എന്ന നൗൺ, ഓപ്പൺ എന്ന ഇൻഫിനിറ്റീവിൻ്റെ ഒബ്ജക്റ്റാണ് ഇവിടെ. ട്രൈഡ് എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റായി നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത് ടു ഓപ്പൺ എന്ന ഇൻഫിനിറ്റീവാണ്. ഒബ്ജക്റ്റായി നമുക്ക് എല്ലായ്പ്പോഴും നൗണോ പ്രനൗണോ ഉപയോഗിക്കണം എന്നില്ല. പലപ്പോഴും പല വേർബ്സിന് ശേഷവും നമ്മൾ ഒബ്ജക്റ്റായി യൂസ് ചെയ്യുന്നത് ഒരു ING ഫോമോ ഒരു ടു ഇൻഫിനിറ്റീവോ ആയിരിക്കും. ട്രൈക്ക് ശേഷം നമുക്കിത് രണ്ടും ഉപയോഗിക്കാം, പക്ഷെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ഐ ട്രൈഡ് ടു ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രൈ എന്ന വേർബിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ഞാൻ മേശ ഉയർത്താൻ ശ്രമിച്ചു. ഇവിടെയും നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മേശ ഉയർത്താൻ ശ്രമിച്ചു. അതെങ്ങനെയാണ് പറയുന്നത്? ഉയർത്തുക, ലിഫ്റ്റ്. ഐ ട്രൈഡ് ടു ലിഫ്റ്റ് ദ ടേബിൾ. ഞാൻ മേശ ഉയർത്താൻ ശ്രമിച്ചു. ഐ ട്രൈഡ് ടു ലിഫ്റ്റ് ദ ടേബിൾ. ടു ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഉയർത്താൻ എന്നർത്ഥം. എന്തിനെയാണ് ഉയർത്തുന്നത്? ടേബിളിനെയാണ് ഉയർത്തുന്നത്. ടു ലിഫ്റ്റ് എന്ന ഇൻഫിനിറ്റീവിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ടേബിൾ എന്ന നൗൺ. ട്രൈ എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ടു ലിഫ്റ്റ് എന്ന ഇൻഫിനിറ്റീവാണ്. ഐ ട്രൈഡ് ടു ലിഫ്റ്റ് ദ ടേബിൾ ബട്ട് ഇറ്റ് വാസ് ടു ഹെവി. ടു ഹെവി എന്ന് പറയുമ്പോൾ ഭാരം കൂടുതലായിരുന്നു എന്നർത്ഥം. നെഗറ്റീവായ മീനിങ് ഉള്ള ഒരു അഡ്വർബാണ് ടു. നമ്മളത് യൂസ് ചെയ്യുന്നത് അൺഡിസൈറബിൾ ആയ എക്സ്ട്രീംസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ടു ഹെവി എന്ന് പറയുമ്പോൾ എനിക്ക് പൊക്കാൻ കഴിയാത്ത അത്രയും ഭാരം എന്ന അർത്ഥത്തിന് വേണ്ടിയാണ് ടു ഹെവി യൂസ് ചെയ്യുന്നത്. ഐ ട്രൈഡ് ടു ലിഫ്റ്റ് ദ ടേബിൾ ബട്ട് ഇറ്റ് വാസ് ടു ഹെവി. നമുക്കിവിടെ ടു എന്ന അഡ്വർബിന് പകരം വെരി എന്ന അഡ്വർബും വേണമെങ്കിൽ ഉപയോഗിക്കാം. ടു ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവ് മീനിങ് അതിന് കിട്ടുന്നതിന് വേണ്ടിയാണ്. എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഭാരം അതിനുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ ടു ഹെവി എന്ന് പറയുന്നത്. വെരി ഹെവി എന്ന് പറയുമ്പോൾ നല്ല ഭാരം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം. ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ദി ക്യാമറ ഈസ് ഇൻ വർക്കിംഗ്. ദി ക്യാമറ ഈസ് ഇൻ വർക്കിംഗ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് അല്ല. ദ ക്യാമറ ഈസ് ഇൻ വർക്കിംഗ്. ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. ക്യാമറ ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എ ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു ക്യാമറ എന്നാണ് അർത്ഥം. ദ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ക്യാമറയെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ ക്യാമറ, നമ്മുടെ കയ്യിലുള്ള ക്യാമറ, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. എ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ദ ക്യാമറ ഈസ് ഇൻ വർക്കിംഗ്. ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അത് കേൾക്കുന്നയാൾ എന്താ പറയുന്നത്? ബാറ്ററി മാറ്റി നോക്കൂ. ഒരുപക്ഷെ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ക്യാമറ വർക്ക് ചെയ്യാത്തത്. ഇവിടെ നമ്മൾ ഒരു കാര്യം, ഒരു എക്സ്പെരിമെൻ്റ് ആണ് നടത്തുന്നത്. ഒരു സൊല്യൂഷന് വേണ്ടി, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാനായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്, ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. നമ്മളൊരു കാര്യം ചെയ്തു നോക്കിയാൽ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുമോ എന്നറിയാനായിട്ട് ചെയ്യുകയാണ്. അല്ലാതെ നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റുമോ, സാധിക്കുമോ എന്നറിയാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. ട്രൈ ചേഞ്ചിങ് ദ ബാറ്ററീസ്. ബാറ്ററി ഒന്ന് മാറ്റി നോക്ക്. ട്രൈ ടു ചേഞ്ച് ദ ബാറ്ററി എന്നല്ല, ട്രൈ ടു ചേഞ്ച് ദ ബാറ്ററി എന്ന് പറയുമ്പോൾ ആ ബാറ്ററി മാറ്റാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നർത്ഥമായി. ട്രൈ ചേഞ്ചിങ് ദ ബാറ്ററീസ് എന്ന് പറയുമ്പോൾ ആ ബാറ്ററി മാറ്റി നോക്കുക. അങ്ങനെ ബാറ്ററി മാറ്റി നോക്കിയാൽ ഒരു സൊല്യൂഷൻ ആവുമോ, അതൊരു പരിഹാരമാവുമോ എന്നാണ് ആ സെൻറ്റൻസിന് അർത്ഥം.
ട്രൈ ചേഞ്ചിങ് ദ ബാറ്ററീസ്. ഇവിടെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. ട്രൈക്ക് ശേഷം ഇങ്ങനെ ING ഫോം വരുമ്പോൾ നമ്മളത് എന്തെങ്കിലും ഒരു റിസൾട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനാണ് ട്രൈ എന്ന വെർബിന് ശേഷം നമ്മൾ ING ഫോം ഉപയോഗിക്കുന്നത്. ട്രൈ എന്ന വെർബിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. ഐ ട്രൈ ടു ലിഫ്റ്റ് ദ ടേബിൾ എന്ന് പറയുമ്പോഴെന്താ, ഞാൻ ആ മേശ ഉയർത്താൻ ശ്രമിച്ചു, എനിക്കത് സാധിക്കുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ട്രൈ ചേഞ്ചിങ് ദ ബാറ്ററീസ് എന്ന് പറയുമ്പോൾ ബാറ്ററി മാറ്റാൻ നിനക്ക് സാധിക്കുമോ എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് ആ ബാറ്ററി മാറ്റി നോക്കൂ. അങ്ങനെയാകുമ്പോൾ ഒരുപക്ഷെ ക്യാമറ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ട്രൈക്ക് ശേഷം ഇൻഫിനിറ്റീവും ING ഫോമും ഉപയോഗിക്കുമ്പോൾ മീനിങ്ങിൽ വരുന്ന ഈ ഡിഫറൻസ് ശ്രദ്ധിക്കണം. ട്രൈ ചേഞ്ചിങ് ദ ബാറ്ററീസ്. കമ്പ്യൂട്ടർ ശരിക്ക് പ്രവർത്തിക്കുന്നില്ല. ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ് പ്രോപ്പർലി. ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ് പ്രോപ്പർലി. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയോ? അപ്പോൾ അത് കേൾക്കുന്നയാൾ പറയുന്നത്, എന്നാൽ പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയോ? കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നല്ല നമ്മൾ നോക്കുന്നത്, മറിച്ച് റീസ്റ്റാർട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ ശരിയാവുന്നുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയോ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഹാവ് യു ട്രൈഡ് റീസ്റ്റാർട്ടിങ് ഇറ്റ്? ഹാവ് യു ട്രൈഡ് റീസ്റ്റാർട്ടിങ് ഇറ്റ്? അത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയോ? റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാനല്ല പറയുന്നത്, മറിച്ച് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഹാവ് യു ട്രൈഡ് റീസ്റ്റാർട്ടിങ് ഇറ്റ്? ട്രൈ ടു റീസ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് അർത്ഥം. ട്രൈ റീസ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക്. അതൊരു പക്ഷേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. നമുക്കിവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഡിഡ് യു ട്രൈ റീസ്റ്റാർട്ടിങ് ഇറ്റ്? അങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഹാവ് യു ട്രൈഡ് റീസ്റ്റാർട്ടിങ് ഇറ്റ് എന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്. ഡിഡ് യു ട്രൈ റീസ്റ്റാർട്ടിങ് ഇറ്റ്? നീ അത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയോ? രണ്ട് ടെൻസും നമുക്കിവിടെ ഉപയോഗിക്കാം. ഡിഡിന് ശേഷം പിന്നെ ട്രൈഡ് എന്ന് പറയരുത്, ട്രൈ എന്ന് തന്നെ പറയാം. ഡു, ഡസ്, ഡിഡ് ഈ മൂന്ന് വേർബ്സിന് ശേഷവും എപ്പോഴും V1 തന്നെ വേണം ഉപയോഗിക്കാൻ. ഹാവ് യു ട്രൈഡ് റീസ്റ്റാർട്ടിങ് ഇറ്റ്? നീ അത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയോ? ഈ മെഷീൻ പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു. പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് ദിസ് മെഷീൻ ഈസ് ഇൻ വർക്കിംഗ് എന്ന് പറയാം. അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസൻറ്റ് സീം ടു ബി വർക്കിംഗ് എന്നാണ്. ദിസ് മെഷീൻ ഡസൻറ്റ് സീം ടു ബി വർക്കിംഗ്. ദിസ് മെഷീൻ ഈസ് ഇൻ വർക്കിംഗ് എന്നും പറയാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. രണ്ടാമത്തെ സ്ട്രക്ചർ അതും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ തോന്നുന്നു, ഡസൻറ്റ് സീം ടു ബി വർക്കിംഗ്. അതിന് സൊല്യൂഷനായി പറയുന്നത് ആ പച്ച ബട്ടൺ ഒന്ന് അമർത്തി നോക്കൂ എന്നാണ്. പച്ച ബട്ടൺ അമർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ എന്നല്ല പറയുന്നത്, മറിച്ച് അതൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ട്രൈ പ്രസിംഗ് ദാറ്റ് ഗ്രീൻ ബട്ടൺ. ആ പച്ച ബട്ടൺ ഒന്ന് അമർത്തി നോക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ മെഷീൻ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ട്രൈ പ്രസിംഗ് ദാറ്റ് ഗ്രീൻ ബട്ടൺ. ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു നോക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ട്രൈ പ്ലസ് ING ആണ് ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രൈ പ്ലസ് ടു ഇൻഫിനിറ്റീവ് ആണ്. അവൾ എന്നോട് ദേഷ്യത്തിലാണ്. ഷീ ഈസ് ആംഗ്രി വിത്ത് മീ. അവൾ എന്നോട് ദേഷ്യത്തിലാണ്. ആംഗ്രി വിത്ത് മീ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്, ഓണോ അറ്റോ ഒന്നുമല്ല. ഷീ ഈസ് ആംഗ്രി വിത്ത് മീ. അവൾക്ക് കുറച്ച് പൂക്കൾ അയച്ചു കൊടുത്തു നോക്ക്. ട്രൈ സെൻഡിങ് ഹെർ സം ഫ്ലവേഴ്സ്. നമ്മളോട് ദേഷ്യത്തിലിരിക്കുന്ന ഒരാളുടെ ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് കുറച്ച് പൂക്കൾ അയച്ചു കൊടുത്തു നോക്ക്. ഇതും ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ്. ട്രൈ സെൻഡിങ് ഹെർ സം ഫ്ലവേഴ്സ്. ട്രൈ ടു സെൻഡ് അല്ല, ട്രൈ സെൻഡിങ്. അവൾക്ക് കുറച്ച് പൂക്കൾ അയച്ചു കൊടുത്തു നോക്ക്. ഡോർബെൽ അടിച്ചു, വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വാതിലിൽ മുട്ടി നോക്കില്ലേ, അതെങ്ങനെയാണ് പറയുക? ട്രൈ നോക്കിംഗ് ഓൺ ദ ഡോർ. ട്രൈ ടു നോക്ക് അല്ല, ട്രൈ നോക്കിംഗ് ഓൺ ദ ഡോർ. വാതിലിൽ ഒന്ന് മുട്ടി നോക്ക്. ഈ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഐ ഫീൽ നോസിയസ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് മെഡിസിൻ. ഈ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുന്നു. അതിന് സൊല്യൂഷനായി പറയുന്നത് ആ മരുന്നിൻ്റെ കൂടെ കുറച്ച് ഭക്ഷണം കൂടി കഴിച്ചു നോക്കുക എന്നാണ്. ട്രൈ ടേക്കിംഗ് ഇറ്റ് വിത്ത് സം ഫുഡ്. ട്രൈ ടേക്കിംഗ് ഇറ്റ് വിത്ത് സം ഫുഡ്. ഭക്ഷണത്തിൻ്റെ കൂടെ അത് കഴിച്ചു നോക്ക്. ട്രൈ ടേക്കിംഗ് ഇറ്റ് വിത്ത് സം ഫുഡ്. ട്രൈ ടു ടേക്ക് അല്ല, ട്രൈ ടേക്കിംഗ്. ചെയ്തു നോക്ക്. നീ പതിവായി എക്സസൈസ് ചെയ്യണം. ഒരാളൊരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമുക്ക് നീഡ് ഉപയോഗിക്കാം. യു നീഡ് ടു എക്സസൈസ് റെഗുലർലി. യു നീഡ് ടു എക്സസൈസ് റെഗുലർലി. ഇവിടെ നമ്മൾ നീഡിന് ശേഷം ഉപയോഗിച്ച് ടു ഇൻഫിനിറ്റീവ് ആണ്. നാളെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം. ഐ നീഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ. ഐ നീഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ. നാളെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം. ഇവിടെയെല്ലാം നമ്മളിത് ഉപയോഗിക്കുന്നത് ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നീഡിന് പകരം ഹാവ് ഉപയോഗിക്കാം. ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ എന്നും പറയാവുന്നതാണ്. നീ ആ കർട്ടൻസ് കഴുകണം.
യു നീഡ് ടു വാഷ് ദോസ് കർട്ടൻസ്. നീ ആ കർട്ടൻസ് കഴുകണം. ഇവിടെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് സബ്ജക്റ്റ് ആണ്. യു നീഡ് ടു വാഷ് ദോസ് കർട്ടൻസ്. ആ കർട്ടൻസ് നീ കഴുകണം. നമ്മൾ ഉപയോഗിച്ചത് നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആണ്, കാരണം ഇവിടെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് സബ്ജക്റ്റ് ആണ്. ആ കർട്ടൻസ് കഴുകപ്പെടേണ്ടതുണ്ട്. ഒരു പാസീവ് സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്. കർട്ടൻ സ്വയം എന്തായാലും കഴുകില്ല, മറ്റാരെങ്കിലും കഴുകണം. പക്ഷെ നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കർട്ടൻ ഉപയോഗിച്ചാണ്. ദോസ് കർട്ടൻസ്, ആ കർട്ടൻസ് എന്ന രീതിയിലാണ് ദോസ് കർട്ടൻസ് എന്ന് പറയുന്നത്. ദ കർട്ടൻസ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. ദ കർട്ടൻസ് നീഡ് വാഷിംഗ് അല്ലെങ്കിൽ ദ കർട്ടൻസ് നീഡ് ടു ബി വാഷ്ഡ്. വാഷിങ്ങിന് പകരം നമുക്കിവിടെ ടു ബി വാഷ്ഡ് എന്ന പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. റൂം നന്നായി തോന്നുന്നില്ല, റൂം കാണാൻ വൃത്തിയില്ല എന്നർത്ഥം. ദ റൂം ഈസ് ഇൻ നൈസ് എന്നോ ദ റൂം ഡസിൻ ലുക്ക് നൈസ് എന്നോ നമുക്ക് പറയാം. ദ റൂം ഈസ് ഇൻ നൈസ് അല്ലെങ്കിൽ ദ റൂം ഡസിൻ ലുക്ക് നൈസ്. നല്ലതുപോലെ കാണുന്നില്ല, വൃത്തിയില്ലാതെയാണ് ഇരിക്കുന്നത്. അതിന് പെയിന്റ് അടിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിത് പല രീതിയിൽ പറയാം. പെയിന്റ് അടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റായി നമുക്ക് ഈ സെന്റൻസ് പറയുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? യു നീഡ് ടു പെയിന്റ് ഇറ്റ് അല്ലെങ്കിൽ വി നീഡ് ടു പെയിന്റ് ഇറ്റ്. നമ്മളത് പെയിന്റ് അടിക്കേണ്ടിയിരിക്കുന്നു. യു നീഡ് ടു പെയിന്റ് ഇറ്റ്. ഇവിടെ നമ്മൾ നീഡിന് ശേഷം ഉപയോഗിച്ചത് ടു ഇൻഫിനിറ്റീവ് ആണ്. യു നീഡ് ടു പെയിന്റ് ഇറ്റ്. നീ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ് സബ്ജക്റ്റ് എങ്കിൽ നീഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. യു നീഡ് ടു പെയിന്റ് ഇറ്റ് അല്ലെങ്കിൽ വി നീഡ് ടു പെയിന്റ് ഇറ്റ്. നമ്മളത് പെയിന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നീഡിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ്. ഇവിടെ നമ്മൾ, നിങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ ഹയർ ചെയ്യുന്നവർ, അവരാണ് പെയിന്റ് അടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. ഇനി ഇത് അങ്ങനെയല്ലാതെ ആ റൂം പെയിന്റ് അടിക്കപ്പെടണം എന്ന രീതിയിൽ ഒരു പാസീവ് ഫോം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പാസീവ് വോയിസ് ഒന്നും അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിന് പകരം നമുക്കിവിടെ ഒരു ING ഫോം ഉപയോഗിച്ച് നമുക്കിത് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം: ഇറ്റ് നീഡ്സ് പെയിൻറ്റിങ്. ഇവിടെ സബ്ജക്റ്റ് അല്ല ആക്ഷൻ പെർഫോം ചെയ്യുന്നത്, മറിച്ച് റൂമിന് പെയിൻറ്റിങ് വേണമെന്നാണ് പറയുന്നത്. ദ റൂം നീഡ്സ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇറ്റ് നീഡ്സ് പെയിൻറ്റിങ്. ഇവിടെ സബ്ജക്റ്റായി വന്നിട്ടുള്ള നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഒരു ആക്ഷനും പെർഫോം ചെയ്യുന്നില്ല, മറിച്ച് അത് ആക്ഷൻ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൂം ഇവിടെ പെയിൻറ്റിങ് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഈ സെൻറ്റൻസ് സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, പക്ഷേ അത് ആക്ഷൻ ഒന്നും പെർഫോം ചെയ്യുന്നില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നീഡിന് ശേഷം ഉപയോഗിക്കുന്നത് ING ഫോമാണ്. ഇറ്റ് നീഡ്സ് പെയിൻറ്റിങ്. ഇറ്റ് നീഡ്സ് ടു പെയിൻറ്റ് എന്ന് പറയരുത്, ഇറ്റ് നീഡ്സ് പെയിൻറ്റിങ്. സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കൂ. ഇവിടെ നമുക്ക് പെയിൻറ്റിങ് എന്ന ഈ ING ഫോമിന് പകരം നമുക്ക് ഒരു പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാനും സാധിക്കും. നമുക്കിത് ഇങ്ങനെയും പറയാം: ഇറ്റ് നീഡ്സ് ടു ബി പെയിൻറ്റഡ്. പെയിൻറ്റിങ് എന്ന ING ഫോമിന് പകരം നമുക്ക് പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ആക്റ്റീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ടു പെയിൻറ്റ് ആക്റ്റീവ് ഇൻഫിനിറ്റീവ് ആണ്, ടു ബി പെയിൻറ്റഡ് ആണ് പാസീവ് ഇൻഫിനിറ്റീവ്. ഇറ്റ് നീഡ്സ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി പെയിൻറ്റഡ്. അത് പെയിൻറ്റ് അടിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഷർട്ട് വൃത്തിയില്ല. ദ ഷർട്ട് ഈസ് ഡേർട്ടി അല്ലെങ്കിൽ ദ ഷർട്ട് ഈസ് നോട്ട് ക്ലീൻ. അത് കഴുകേണ്ടിയിരിക്കുന്നു. ഇവിടെയും ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, ഞാനോ നിങ്ങളോ നമ്മളോ ആരെങ്കിലുമാണ് അത് കഴുകുന്നത്. ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണ്. യു നീഡ് ടു ക്ലീൻ ഇറ്റ്, യു നീഡ് ടു വാഷ് ഇറ്റ്. ദ ഷർട്ട് ഈസ് ഡേർട്ടി, യു നീഡ് ടു ക്ലീൻ ഇറ്റ് അല്ലെങ്കിൽ യു നീഡ് ടു വാഷ് ഇറ്റ്. നീ അത് വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെ ആ ഷർട്ടിനെ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ING ഫോമാണ്. ഇറ്റ് നീഡ്സ് ക്ലീനിങ്. ഇറ്റ് നീഡ്സ് ക്ലീനിങ്. ഇവിടെ ഇറ്റ് ഷർട്ടിന് പകരം ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ്. ദ ഷർട്ട് നീഡ്സ് ക്ലീനിങ്. യു നീഡ് ടു ക്ലീൻ ദ ഷർട്ട് എന്നും നമുക്ക് പറയാം, അല്ലെങ്കിൽ ദ ഷർട്ട് നീഡ്സ് ക്ലീനിങ് എന്നും പറയാം. ദ ഷർട്ട് നീഡ്സ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഷർട്ട് ആക്ഷൻ ഒന്നും പെർഫോം ചെയ്യുന്നില്ല, മറിച്ച് ക്ലീൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പാസീവ് സ്ട്രക്ചറാണിത്. നമ്മൾ ഉപയോഗിക്കുന്നത് പാസീവ് വേർബ്സ് അല്ല, പക്ഷേ ഇവിടെ ING ഫോം നമ്മൾ ഒരു പാസീവ് മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് നീഡ്സ് ക്ലീനിങ്. ഇവിടെ ഈ ക്ലീനിങ്ങിന് പകരം നമുക്കൊരു പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് പറയുക? ഇറ്റ് നീഡ്സ് ടു ബി ക്ലീൻഡ്. ഇറ്റ് നീഡ്സ് ടു ബി ക്ലീൻഡ്. യു നീഡ് ടു ക്ലീൻ ഇറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ടു ഇൻഫിനിറ്റീവ് ആണ്, ഒരു സിമ്പിൾ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. ഇറ്റ് നീഡ്സ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഒരു ആക്ഷനും പെർഫോം ചെയ്യുന്നില്ല, മറിച്ച് അത് ആക്ഷൻ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ING ഫോം ആണ്. മൂന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പാസീവ് ഇൻഫിനിറ്റീവ് ആണ്. ഇറ്റ് നീഡ്സ് ക്ലീനിങ് എന്നതിന് പകരം നമുക്ക് ഇറ്റ് നീഡ്സ് ടു ബി ക്ലീൻഡ് എന്നും പറയാം. പുല്ല് നല്ലതുപോലെ നീളം വെച്ചിരിക്കുന്നു. ദ ഗ്രാസ് ഹാസ് ഗ്രോൺ ലോങ്. ദ ഗ്രാസ് ഈസ് വെരി ലോങ് എന്നും പറയാം. അതിനർത്ഥം പുല്ല് നല്ല നീളമുണ്ട് എന്നാണ്. ദ ഗ്രാസ് ഹാസ് ഗ്രോൺ ലോങ്. പുല്ല് നല്ലതുപോലെ നീളം വെച്ചിരിക്കുന്നു, അത് മുറിക്കണം. യു നീഡ് ടു കട്ട് ഇറ്റ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഇറ്റ് നീഡ്സ് കട്ടിങ്. നമുക്കിത് മറ്റൊരു രീതിയിലും പറയാം. ഇറ്റ് നീഡ്സ് ടു ബി കട്ട്. യു നീഡ് ടു കട്ട് ഇറ്റ്. അവിടെ നിങ്ങളാണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്.
ഇറ്റ് നീഡ്സ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ആക്ഷൻ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. ഇറ്റ് നീഡ്സ് ടു കട്ട് എന്ന് പറയരുത്. ഇറ്റ് നീഡ്സ് കട്ടിംഗ്. അത് മുറിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അത് കട്ട് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഇറ്റ് നീഡ്സ് ടു ബി കട്ട്. കട്ടിംഗ് എന്ന ING ഫോമിന് പകരം നമുക്ക് ടു ബി കട്ട് എന്ന പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ടു ബി കട്ടിലെ കട്ട് അത് V3 ആണ്. കട്ട് എന്ന വെർബിൻ്റെ 3 ഫോംസും കട്ട് തന്നെയാണ്. പാസീവ് ഇൻഫിനിറ്റീവ് നമ്മൾ ഉണ്ടാക്കുന്നത് V3 ഉപയോഗിച്ചാണ്. ടു ബി പ്ലസ് V3 ആണ് പാസീവ് ഇൻഫിനിറ്റീവിൻ്റെ ഫോം. എല്ലാ പാസീവ് വേർബ് ഫോംസും നമ്മൾ ഉണ്ടാക്കുന്നത് V3 ഉപയോഗിച്ചാണ്. ഇറ്റ് നീഡ്സ് കട്ടിംഗ് അല്ലെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി കട്ട്. യു നീഡ് ടു കട്ട് യുവർ ഹെയർ എന്ന് പറയുമ്പോൾ നീ നിന്റെ മുടി വെട്ടണമെന്നാണ്. പക്ഷെ നോർമലി നമ്മളാരും നമ്മുടെ മുടി സ്വയം വെട്ടുകയല്ല ചെയ്യാറ്. മറ്റാരെ കൊണ്ടെങ്കിലും അത് ചെയ്യിക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ മറ്റാരെ കൊണ്ടെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. യു നീഡ് ടു ഗെറ്റ് യുവർ ഹെയർ കട്ട്. അതിനർത്ഥം നീ നിന്റെ മുടി വെട്ടിക്കണം എന്നാണ്. മറ്റാരെ കൊണ്ടെങ്കിലും അത് വെട്ടിക്കണം. യു നീഡ് ടു ഗെറ്റ് യുവർ ഹെയർ കട്ട്. ഗെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3 ആണ് നമ്മൾ ഈ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നത്. അതിനർത്ഥം മറ്റാരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യിക്കണം എന്നാണ്. ഇത് തന്നെ നമുക്ക് ഹെയറിനെ സബ്ജക്റ്റ് ആയിട്ടും പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടുക. യുവർ ഹെയർ നീഡ്സ് കട്ടിംഗ്. യുവർ ഹെയർ നീഡ്സ് കട്ടിംഗ്. പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം. യുവർ ഹെയർ നീഡ്സ് ടു ബി കട്ട്. ഒരേ കാര്യം തന്നെ 4 രീതിയിൽ എങ്ങനെ പറയാം എന്നാണ് നമ്മളിവിടെ നോക്കിയത്. നമുക്ക് നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റ് ആണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. നീഡിന് ശേഷം ING ഫോം ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ING ഫോമിന് പകരം നമുക്ക് വേണമെങ്കിൽ പാസീവ് ഇൻഫിനിറ്റീവും അവിടെ ഉപയോഗിക്കാം. യുവർ ഹെയർ നീഡ്സ് ടു ബി കട്ട്. എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം. ഞാനാണ് ചാർജ് ചെയ്യണത് എന്ന രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയുക. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. ഞാനാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. ഫോൺ ഇവിടെ ചാർജ് എന്ന ആ ടു ഇൻഫിനിറ്റീവിൻ്റെ ഒബ്ജക്റ്റ് ആണ്. നമ്മളിവിടെ നീഡിന് ശേഷം ഉപയോഗിച്ചത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. ഇനി എൻ്റെ ഫോൺ ചാർജ് ചെയ്യപ്പെടണം എന്ന രീതിയിൽ നമുക്കിത് പറയാം. ഫോണിനെ സബ്ജക്റ്റാക്കി നമുക്കിത് പറയാം. അങ്ങനെ വരുമ്പോൾ ഫോൺ അവിടെ ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. മൈ ഫോൺ നീഡ്സ് ചാർജിങ്. മൈ ഫോൺ നീഡ്സ് ചാർജിങ്. എൻ്റെ ഫോണ് ചാർജ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ മൈ ഫോൺ നീഡ്സ് ടു ചാർജ് എന്ന് പറയരുത്. ചാർജിങ്ങിന് പകരം നമുക്കിവിടെ ടു ബി ചാർജ്ഡ് എന്ന പാസീവ് ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. മൈ ഫോൺ നീഡ്സ് ടു ബി ചാർജ്ഡ്. എൻ്റെ ഫോൺ ചാർജ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. മൈ ഫോൺ നീഡ്സ് ടു ബി ചാർജ്ഡ്. 2-3 സെൻറ്റൻസസിൽ സബ്ജക്റ്റ് ഫോൺ ആണ്. അതൊരു ആക്ഷനും പെർഫോം ചെയ്യുന്നില്ല. ആദ്യത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഐ ആണ്. അതാണ് അവിടെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണം. യു നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് എബൌട്ട് ഇറ്റ്. യു നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. നമുക്കിനി ഇത് തന്നെ ഇറ്റ് എന്ന പ്രൊനൗൺ സബ്ജക്റ്റായി വരുന്ന രീതിയിലും പറയാം. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് നീ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അതിവിടെ ആക്ഷനൊന്നും പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് അത് സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. ഇറ്റ് നീഡ്സ് തിങ്കിങ് അബൌട്ട്. ഇറ്റ് നീഡ്സ് തിങ്കിങ് അബൌട്ട്. ആ പ്രിപ്പോസിഷൻ അവിടെ വേണം. അതിനെക്കുറിച്ച് അതിനെപ്പറ്റി എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഇറ്റ് നീഡ്സ് തിങ്കിങ് അബൌട്ട്. ഇത് തന്നെ പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക ഇറ്റ് നീഡ്സ് ടു ബി തോട്ട് അബൌട്ട് എന്നാണ്. ഇറ്റ് നീഡ്സ് ടു ബി തോട്ട് അബൌട്ട്. തിങ്ക് എന്ന വെർബിൻ്റെ V3 ആണ് തോട്ട്. ഇറ്റ് നീഡ്സ് ടു ബി തോട്ട് അബൌട്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സെൻറ്റൻസിൻ്റെ അർത്ഥം. അതാണ് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം നീ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ്. 2-3 സെൻറ്റൻസിൽ പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ബീച്ച് വൃത്തിയാക്കാൻ എല്ലാവരും സഹായിച്ചു. ഇപ്പം നമ്മൾ ട്രൈ എന്ന വെർബിൻ്റെ യൂസ് നോക്കി, നീഡ് എന്ന വെർബിൻ്റെ യൂസ് നോക്കി. അതിന് 2-ന് ശേഷവും ഇൻഫിനിറ്റീവും ING ഫോമും 2 മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അതും നമ്മൾ നോക്കി. ഇനി നമുക്ക് ഹെൽപ്പ് എന്ന വെർബിൻ്റെ യൂസ് നോക്കാം. ബീച്ച് വൃത്തിയാക്കാൻ എല്ലാവരും സഹായിച്ചു. എല്ലാവരും, എവരിബഡി അല്ലെങ്കിൽ എവരി വൺ. എവരി വൺ ഹെൽപ്ഡ് ടു ക്ലീൻ ദ ബീച്ച്. എവരി വൺ ഹെൽപ്ഡ് ടു ക്ലീൻ ദ ബീച്ച്. മറ്റ് വേർബ്സിൽ നിന്ന് ഡിഫറൻ്റായി ഹെൽപ്പിന് ശേഷം നമുക്ക് ടു ഉള്ള ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. എവരിബഡി ഹെൽപ്ഡ് ടു ക്ലീൻ ദ ബീച്ച്. എല്ലാവരും ബീച്ച് വൃത്തിയാക്കാൻ സഹായിച്ചു. ഇവിടെ നമുക്ക് ടു ക്ലീനിന് പകരം ക്ലീൻ എന്ന് മാത്രവും പറയാം. എവരിബഡി ഹെൽപ്ഡ് ക്ലീൻ ദ ബീച്ച്. എല്ലാവരും സഹായിച്ചു. ഹെൽപ്പിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. ഈ ടേബിൾ നീക്കാൻ എന്നെ സഹായിക്കൂ. പ്ലീസ് ഹെൽപ്പ് മീ ടു മൂവ് ദിസ് ടേബിൾ. അല്ലെങ്കിൽ ടു മൂവിന് പകരം നമുക്കിവിടെ മൂവ് എന്ന് മാത്രം പറയാം. പ്ലീസ് ഹെൽപ്പ് മീ മൂവ് ദിസ് ടേബിൾ. ടു നിർബന്ധമില്ല. ഹെൽപ്പിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ അതിൽ ടു ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും നമുക്ക് ഹെൽപ്പിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കും. പ്ലീസ് ഹെൽപ്പ് മീ മൂവ് ദിസ് ടേബിൾ അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ ടു മൂവ് ദിസ് ടേബിൾ.
ഇനി ഹെൽപ്പിന് ശേഷം ING ഫോം ഉപയോഗിക്കുമ്പോഴോ അങ്ങനെ വരുമ്പോൾ മീനിങ് ഡിഫറൻ്റ് ആണ്. എനിക്ക് ചിരിക്കാതിരിക്കാനായില്ല. പൊതുവേ നമ്മളിത് നെഗറ്റീവ് സെൻറ്റൻസസിലാണ് യൂസ് ചെയ്യുക. എനിക്ക് ചിരിക്കാതിരിക്കാനായില്ല. ഐ കുഡിൻ ഹെൽപ്പ് ലോഫിങ്. ഐ കുഡിൻ ഹെൽപ്പ് ലോഫിങ്. പൊതുവേ ഇങ്ങനെ കാൺ ഹെൽപ്പ്, കുഡിൻ ഹെൽപ്പ് ഈ സ്ട്രക്ചറിലാണ് നമ്മളിങ്ങനെ ഹെൽപ്പിന് ശേഷം ING ഫോം ഉപയോഗിക്കുന്നത്. അതിനർത്ഥം സഹായിച്ചു, സഹായിച്ചില്ല എന്നൊന്നുമല്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ആ മീനിങ്ങിലാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഐ കുഡിൻ ഹെൽപ്പ് ലോഫിങ്. എനിക്ക് ചിരിക്കാതിരിക്കാനായില്ല. എനിക്ക് അവരുടെ സംസാരം കേൾക്കാതിരിക്കാനായില്ല. യാദൃശ്ചികമായി കേൾക്കുന്നതാണ്. കേൾക്കുക എന്നതിന് ഹിയർ എന്നാണ് പറയുക. ഞാനിവിടെ ഓവർ ഹിയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവരറിയാതെ നമ്മൾ അവരുടെ സംഭാഷണം കേൾക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഓവർ ഹിയർ എന്ന് പറയാം. എനിക്ക് അവരുടെ സംസാരം അങ്ങനെ അവരറിയാതെ കേൾക്കാതിരിക്കാനായില്ല. ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ് ദെയർ കോൺവെർസേഷൻ. ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ് ദെയർ കോൺവെർസേഷൻ. ഇവിടെയൊന്നും നമ്മൾ ഹെൽപ്പ് ഉപയോഗിക്കുന്നത് സഹായിക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നമുക്കൊരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. നെഗറ്റീവ് സ്ട്രക്ചേഴ്സിലാണ് മെയിൻലി നമ്മളിങ്ങനെ ഹെൽപ്പിന് ശേഷം ING ഫോം ഉപയോഗിക്കുന്നത്. ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണം എനിക്ക് കേൾക്കാതിരിക്കാനായില്ല. ക്ഷമിക്കണം, ഞാൻ കപ്പ് പൊട്ടിച്ചു. സോറി, ഐ ബ്രോക്ക് ദ കപ്പ്. അബദ്ധത്തിൽ പൊട്ടിയതാണ്, അങ്ങനെ സംഭവിച്ചു പോയി. വേണമെന്ന് കരുതി ചെയ്തതല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ്. സോറി, ഐ ബ്രോക്ക് ദ കപ്പ്. ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ്. ഇവിടെ നമ്മൾ ഹെൽപ്പിന് ശേഷം ഉപയോഗിച്ചത് ഒരു പ്രൊനൗൺ ആണ്. ING ഫോമോ ടു ഇൻഫിനിറ്റീവോ ഒന്നുമല്ല. നമുക്കൊരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല, അത് തന്നെയാണ് ഇവിടെയും അർത്ഥം. ഐ കുഡിൻ ഹെൽപ്പ് ബ്രേക്കിംഗ് ഇറ്റ്. ING ഫോം അവിടെ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊനൗൺ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ്. എനിക്കത് ചെയ്യാതിരിക്കാൻ, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ്. നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന 3-4 വേർബ്സ്, അതിനുശേഷം വരാവുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നീഡിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാം, സിമ്പിൾ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, പാസീവ് ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. നീഡിന് ശേഷം വരുന്ന ING ഫോമിനും പാസീവ് ഇൻഫിനിറ്റീവിനും ഒരേ മീനിങ് തന്നെയാണ്. ലെസൺ യൂസ്ഫുൾ ആണ് എന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.